എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 90 ശ്ലോകം 9 തൊട്ട് 14 വരെ 6 ശ്ലോകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ സ്വർഗത്തേക്കാൾ സുന്ദരമായ ആ ദ്വാരകയില് ആ 16,008 പത്നിമാരോട് കൂടിയിട്ട് അതിസുന്ദരമായ ദാമ്പത്യം ഗാർഹസ്ഥ്യ ജീവിതം നയിച്ചു. അതെങ്ങനെയൊക്കെയാണെന്ന് അങ്ങനെ വിസ്തരിച്ചു പറയാണ് ഭഗവാന്റെ ഗാർഹസ്ഥ്യ ജീവിതം. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 9. സിച്യമാനോ അച്യുതസ്താഭി ഹസന്തി വിസ്മരേ ജഗൈ പ്രതിസിഞ്ചൻ വിജിക്രീഡേ യക്ഷിഭിർ യക്ഷരാടിവ. ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ആളാണ് ഭഗവാൻ. പക്ഷേ ആ സ്ത്രീകള് ജലക്രീഡയില് ഞങ്ങളോട് തോറ്റു എന്ന് ഭഗവാനെ പറ്റിട്ട് പറയവര്. അതെ, ഞങ്ങളെ പോലെ ജലക്രീഡയില് ഭഗവാന് അത്ര സാമർഥ്യമില്ല. അപ്പൊ ഞങ്ങളോട് തോറ്റു ജലക്രീഡയില്. അങ്ങനെയുള്ള അഭിപ്രായത്തെ പ്രകാശിപ്പിക്കുന്ന രീതിയില് അവരിങ്ങനെ പരിഹസിച്ചിരിക്കുകയാണ് ഭഗവാൻ. ആ സ്ത്രീകള് അവര് പീച്ചാങ്കുഴൽ കൊണ്ട് ഭഗവാന്റെ നേരെ ഇങ്ങനെ വെള്ളം പീച്ചണം. അപ്പൊ അവരുടെ നേർക്ക് അതുപോലെ തന്നെ ഭഗവാനും പീച്ചാങ്കുഴലിട്ടിട്ട് വെള്ളം ഇങ്ങനെ തെറിപ്പിക്കണം. അങ്ങനെ യക്ഷികളോട് ചേർന്ന യക്ഷരാജാവ് എന്ന പോലെ ആ നീന്തൽക്കുളത്തില് ഭഗവാൻ അവരോട് ക്രീഡിച്ചു എന്നാ പറയുന്നത്. താ ക്ലിന്ന വസ്ത്ര വിവൃതോരു കുചപ്രദേശാഃ സിഞ്ചന്ത്യ ഉദ്ധൃത ബൃഹൽ കബര പ്രസൂന കാന്തം സ്മരേ ജഗജിഹീരഷയോപഗുഹ്യ ജാതസ്മരോത്സവലസൽവദനാവിരേജു. ആ സ്ത്രീകളുടെ ഉടുത്തതും മേലിട്ടതൊക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ നനഞ്ഞു. അപ്പോ അവരുടെ തുടകളും കുജങ്ങളും ഒക്കെ ഇങ്ങനെ സ്പഷ്ടമായിട്ട് കാണാൻ തുടങ്ങി. നനയുമ്പോഴാണല്ലോ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ തെളിഞ്ഞു കാണും. പിന്നെയോ പീച്ചാങ്കുഴലിട്ടിട്ട് ഇങ്ങനെ വെള്ളം തെറിപ്പിക്കുകയാണ്. വെള്ളം കൈകൊണ്ടെടുത്ത് ഒഴിക്കേണ്ട ഭഗവാന്റെ മേത്ത് മറ്റുള്ളവരുടെ ശരീരത്തിലേക്കൊക്കെ. അവരിങ്ങനെ സർവവും മറന്ന് ജലക്രീഡ ചെയ്യാം. അപ്പോ തലമുടിയൊക്കെ അങ്ങനെ കെട്ടഴിഞ്ഞു പോയി. തലമുടിയില് ധാരാളം പൂമാലകളൊക്കെ ചൂടിയിട്ടുണ്ട്. അതിന്റെയൊക്കെ പൂക്കൾ ഇങ്ങനെ ഉതിർന്നു വീണ് ജലത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കാണ്. പിന്നെ ഉത്സാഹത്തോടെ വെള്ളം തേങ്ങി കൃഷ്ണനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാനെ അത്ര സ്പീഡില്ലെന്ന് പറയണേ. ഇവര് നിർത്താണ്ട് അങ്ങനെ ഭഗവാന്റെ മേത്തേക്ക് ഇങ്ങനെ വെള്ളം തൂക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ കൃഷ്ണൻ അവരുടെ നിന്ന് തട്ടിപ്പറിച്ചെടുത്തു പൂച്ചാങ്കുഴല്. അപ്പൊ അത് വീണ്ടും തട്ടിപ്പറിച്ചെടുക്കുക. അത് അപഹരിക്കാനായിട്ട് ഭഗവാനെ വേറൊരു സ്ത്രീകള് കെട്ടിപ്പിടിച്ചിട്ട് മറ്റേ സ്ത്രീക്ക് തട്ടിപ്പറിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ ശരീരത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിർത്തുകയാണ്. അത് എടുക്കാൻ വേണ്ടിയിട്ടെന്നുള്ള വ്യാജേന ഭഗവാനെ കെട്ടിപ്പിടിക്കണമെന്നവര്. അങ്ങനെ ആലിംഗന നിമിത്തമുണ്ടായ ആ മന്മഥ വികാരത്തെ സൂചിപ്പിക്കുന്ന മുഖകാന്തിയോടുകൂടിയവരായിരുന്നു ആ സ്ത്രീകൾ. അപ്പൊ അവരുടെ മുഖം അങ്ങനെ കാണണം. ഭഗവാനെ കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോ ആ ആനന്ദ ലഹരിയിൽ ഇങ്ങനെ നിൽക്കുന്ന അവരുടെ ആ മുഖം അതിസുന്ദരമായിട്ട് ശോഭിച്ചു. കൃഷ്ണസ്തു തൽസ്തന വിഷജ്ജിത കുങ്കുമസ്ര ക്രീഡാഭിഷിംഗധുത കുന്തള വൃന്ദബന്ധ സിഞ്ചൻ മുകുർയുവതിഭി പ്രതിഷിച്യമാനോ രേമേ കരേണുഭിരിവേ ഭവതി പരീത. അങ്ങനെ ആലിംഗനം ചെയ്യുമ്പോ കൃഷ്ണന്റെ മാറിൽ ധരിച്ചിരുന്ന മാലയില് ആ പത്നിമാരുടെ കുജങ്ങളിൽ അണിഞ്ഞിരുന്ന കുങ്കുമം പറ്റി പിടിച്ചു. അങ്ങനെ വെള്ളം തേകി കളിക്കുന്നതിലുണ്ടായ അത്യാസത്തോടു കൂടിയ പരിശ്രമം കൊണ്ട് തലമുടിയൊക്കെ അഴിഞ്ഞു വീണ് 4 ഭാഗത്തും ചിതറിക്കിടന്നു. പിന്നെ ഭഗവാൻ ഇങ്ങനെ ആ ഭാര്യമാരുടെ നേരെ വെള്ളം തേകി നനയ്ക്കുമ്പോ അവരും തിരിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്താണ്ട് വെള്ളം തേകി നനച്ചുകൊണ്ടിരുന്നു എന്നാ പറയുന്നത്. ഇങ്ങനെ പിടിയാനകളോടുകൂടി വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്ന മത്തഗജത്തെ പോലെ ഭഗവാൻ ഇച്ഛ പോലെ അവരോടുകൂടി കളിച്ച് രസിച്ചു. നടാനാം നർത്തകീനാം ച ഗീതവാദ്യോപജീവിനാം ക്രീഡാലങ്കാരവാസാംസി കൃഷ്ണോദാത്തസ്യ ച സ്ത്രീയ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ധാരാളം വാദ്യമേളങ്ങളൊക്കെ
ഇവരുടെ കളിക്കനുസരിച്ച് മുഴക്കണുണ്ട് കുറെ പുരുഷന്മാര്. അങ്ങനെ തങ്ങളെ ഉത്സാഹിപ്പിക്കാനായിട്ട് കളിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പാട്ട് കൊട്ട് ഇതുകൊണ്ടൊക്കെ ഉപജീവനം കഴിക്കുന്ന ആ പുരുഷന്മാർക്ക്, അപ്പൊ അവരുടെ ഉപജീവനം ഇങ്ങനെയാണ്. എവിടെയെങ്കിലും ഉത്സവം ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊട്ടി പാടിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളവർക്ക് ശ്രീകൃഷ്ണനും ഭാര്യമാരും ലീലോചിതങ്ങളായ ആഭരണങ്ങളും വസ്ത്രങ്ങളും സമ്മാനമായിട്ട് നൽകി. ഈ കുളിയൊക്കെ കഴിഞ്ഞപ്പോ കൃഷ്ണസ്യൈവം വിഹരതോ ഗത്യാലാവേക്ഷിതസ്മിതൈ നർമ്മക്ഷ്വേളി പരിഷ്വംഗൈ സ്ത്രീണാം കില കൃതാധിയ. ഇങ്ങനെ ചിലപ്പോ ഹർമ്യാദി സ്ഥാനങ്ങളിലും ചിലപ്പോ ജലത്തിലും ചിലപ്പോ പൂന്തോട്ടങ്ങളിലും ഇങ്ങനെ പല വിധത്തിലുള്ള ക്രീഡകള് കളിച്ചുകൊണ്ടിരുന്നു ആനന്ദമൂർത്തിയായ ഭഗവാൻ. ഭഗവാന്റെ ആ മനോഹര ഗമനം, പരിഹാസമായിട്ടുള്ള സംഭാഷണം, അനുരാഗസൂചകമായ നോട്ടം, മന്ദഹാസം, വിനോദകരമായ ചാടുവചനം, അറിയാതെ പിന്നാലെ ചെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആലിംഗനം ചെയ്യുക, ചുംബനം, കുജസ്പർശനം മുതലായിട്ടുള്ള കളികളാൽ സ്ത്രീകളിങ്ങനെ ഭഗവാന്റെ ഈ പ്രവൃത്തികളിലൊക്കെ ഇങ്ങനെ മുഴുകി ആനന്ദ നിമഗ്നരായി എല്ലാം മറന്നത് ഭഗവാനോട് കൂടെ അവര് ക്രീഡിച്ചുകൊണ്ടിരുന്നു. വല്ലാത്തൊരു ആശ്ചര്യമാണ്. ഒരു ത്രിലോകീഗ്രഹസ്ഥനായിട്ടുള്ള ഭഗവാൻ, എന്നാലോ ഇതിലൊന്നും ഒരു ഒട്ടലും ഇല്ലാത്ത ഈശ്വരനും അല്ലെ. ഊജുർ മുകുന്ദൈ ഗധിയോ ഗിര ഉന്മത്തവജ്ജടം ചിന്തയന്ത്യോരവിന്ദാക്ഷം താനിമേ ഗദതശൃണു. ഇങ്ങനെ കൃഷ്ണനിൽ മാത്രം ഉറച്ച ബുദ്ധിവൃത്തികളോടുകൂടിയ ആ സ്ത്രീകള് അനേകം സുഗന്ധദ്രവ്യങ്ങള്, ഉന്മത്തും ചാറ്, പണ്ടത്തൊക്കെ അതാണല്ലോ സുഗന്ധദ്രവ്യങ്ങളൊക്കെ, അതിന്റെയൊക്കെ മാദകദ്രവ്യങ്ങളുടെ ഉപയോഗത്താൽ എന്ന പോലെ ഭ്രാന്തചിത്തകളായിട്ട് അവരുടെ മുൻഭാഗത്ത് നിൽക്കുന്ന കൃഷ്ണനെ കാണാതിരിക്കുന്നവർ എന്ന പോലെ ശ്രീകൃഷ്ണ വിരഹ ദുഃഖത്തെ അനുഭവിക്കുന്നവരായി വിചിത്ര പ്രലാപങ്ങൾ ചെയ്തു. എന്നിട്ട് അവരെല്ലാവരും ഇങ്ങനെ ഭഗവാനോട് കൂടി കളിച്ച് ഉന്മത്തകളായി. എന്നിട്ട് മുമ്പിൽ ഭഗവാൻ നിൽക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ വിരഹം അനുഭവിക്കുന്നത് പോലെ ഇങ്ങനെ ഓരോന്ന് പറയാന്ന്, ഭ്രാന്ത് പറയണ മാതിരി വിചിത്രമായിട്ടുള്ള പ്രലാപങ്ങൾ ചെയ്തു എന്നാ പറയണത്. ചിത്തം ഭ്രമിച്ചുവെങ്കിലും അവരുടെ ചിന്തകൾ മുഴുവനും ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് തന്നെയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവരുടെ ചിത്തം, അവര് ശാന്തരായി തീർന്നിരുന്നത് എപ്പോഴാ? ശ്രീകൃഷ്ണനിൽ മാത്രമാണ്. അവരുടെ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭഗവാനെ പറ്റിയിട്ടുള്ള ചിന്തയില്ലാതെ വേറൊന്നും അവർക്കില്ല. സ്വപ്നത്തില് പലതും ഇങ്ങനെ നനച്ച് കരയുന്ന മട്ടിലായിരുന്നു അവരുടെ വിലാപം. അവരിങ്ങനെ വിലപിക്കുകയാണ്, എന്തൊക്കെയോ ഇങ്ങനെ സ്വപ്നം കാണുന്നു. ഇതിന് വൈചിത്ര വിപ്രലംബം എന്നൊരു പ്രത്യേക ഭാവമാണ് ഇവിടെ ആചാര്യൻ വർണ്ണിച്ചിരിക്കുന്നത്. ശ്രീ ശുഖബ്രഹ്മർഷി അങ്ങനെയാണ് ഈ പ്രകരണം പറഞ്ഞിരിക്കുന്നത്, ഈ ശ്ലോകങ്ങള്. പക്ഷെ ഏത് തരത്തിലായാലും മനകൃഷ്ണയെ നിവേശം അല്ലെ, ഏത് തരത്തിലായാലും സ്നേഹമായാലും പ്രേമായാലും അനുരാഗമായാലും ഏത് വികാരമായാലും ഭഗവാനിലേക്ക് വന്നാൽ, ഭഗവാങ്കലായാൽ ഭഗവാനിൽ അനുഭവം എന്താ? പരമഗതി തന്നെ. അതാണ് ചിരപരിചിതയായ രാഗവൃത്തിയിൽ ആരംഭിച്ച ചിത്തവൃത്തി സ്വവിസ്മൃതിപൂർവകം ഭഗവാനെ സ്മരിക്കുന്ന മട്ടില് പരിണമിച്ചിരിക്കുന്നു. അങ്ങനെ കൃഷ്ണപത്നികളായ അവരുടെ രാഗം വറുത്ത വിത്തെന്ന പോലെ രണ്ടാമത് ജനിമൃതികൾ കൊടുക്കുന്നതിന് ഇനി ഒരിക്കലും അവർക്ക് ഒരു ജന്മം ഇല്ല എന്ന് മാത്രമല്ല, യോഗികൾക്ക് കൂടി ദുർലഭമായിരിക്കുന്ന നിരന്തര ഭഗവത് പ്രേമ വൃത്തിയിൽ ദൃഢമായിട്ട് ഉറച്ചിട്ടുണ്ട് അവരുടെ മനസ്സ്. അതുകൊണ്ട് ജന്മസാഫല്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗമൊക്കെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഗോപസ്ത്രീകൾക്ക് എങ്ങനെയാണോ ഭഗവാൻ ആ രാസക്രീഡയില് മുക്തി കൊടുത്തത്, അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു. പക്ഷെ അവർക്ക് മോക്ഷം തന്നെ, ആ പരമഗതി തന്നെ കൊടുത്തു. അതുപോലെ ഭഗവത് പത്നിമാർക്കും അവർക്കും അതുപോലെ തന്നെ. അവർക്ക് കൃഷ്ണൻ അല്ലാതെ വേറൊന്നുമില്ല അവരുടെ ജീവിതത്തിൽ. അപ്പൊ അതുപോലെയുള്ള ഒരു പരമഗതി തന്നെയാണ് ആ ഭഗവത് പത്നിമാർക്കും കൊടുത്തത് എന്നത് പ്രത്യേകം അറിയണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.